ചർച്ചയ്ക്ക് ശേഷം ആശമാർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. രാവിലെയും വൈകുന്നേരം ഡോക്ടർമാർ വരുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ ആരോഗ്യമന്ത്രി പറയുന്നത് നമ്മളത് പരാതിയായി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ വിമർശനമുണ്ട്. സ്ത്രീകൾ തെരുവിൽ കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും പോകും, വിളിച്ചാൽ പോകും. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ നിലപാട് ഈ ഓണറേറിയത്തിന്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും ഒരു കമ്മിറ്റിയെ വെച്ച് പഠിക്കേണ്ടെന്ന സാഹചര്യം സംസ്ഥാനത്തില്ല. സാമ്പത്തിക പരാധീനതയെ കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. സാമ്പത്തികം വൻതോതിൽ ഇവിടെ പല പല പദ്ധതികൾക്ക് 1000 കോടിയും 500 കോടിയും 100 കോടിയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തിക പരാധീനതയില്ല. തെരുവിൽ കിടക്കുന്ന സ്ത്രീകളെ അത് പരിഗണിക്കാനും മനുഷ്യത്വപരമായി പരിഗണിക്കാനുള്ളൊരു നടപടിയാണ് ഉണ്ടാകേണ്ടതെന്നാണ് ഞങ്ങളുടെ സമരം ശക്തമായി തുടരും. ഈ 3000 രൂപ കൂടെ വർദ്ധിപ്പിക്കാമെന്ന് ഒരുപക്ഷെ സർക്കാർ നാളത്തെ ചർച്ചയിൽ അംഗീകരിച്ചാൽ വരട്ടെ, അത് അംഗീകരിച്ച് വരട്ടെ, അപ്പോഴാലോചിക്കും. ഞങ്ങളെന്തൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. സർക്കാരിന് അല്ല, അത് അവർ മന്ത്രി വിളിച്ചാലേ നമുക്ക് ചർച്ചയ്ക്ക് വരാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഒരു ചർച്ചയും കൂടെ വെക്കാം. പക്ഷെ അപ്പോഴും ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഓണറേറിയത്തിന്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്ന പോയിന്റ് ഞങ്ങൾ ഊന്നി പറഞ്ഞിട്ടുണ്ട്. സാധ്യമല്ല, അതും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം താഴേക്ക് പോകാമെന്നതിനെ സംബന്ധിച്ച് ഓർക്കണം. ഞങ്ങൾക്ക് പിടിവാശിയല്ല. 21,000 രൂപയിൽ പിടിവാശി നിൽക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല. ഞങ്ങൾ കേവലം 10,000 രൂപയാക്കി ഇപ്പൊ വർദ്ധിപ്പിക്കണം, അതിനെ മാറ്റണം എന്ന് പറയുന്ന ആ ഡിമാൻഡ് പോലും അംഗീകരിക്കുവാൻ തത്വത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്.